ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ഈ റീൽസ് കാണാനായിട്ട് ഭയങ്കര രസമുള്ള പരിപാടിയാണ്. പക്ഷേ ഈവൻ ഞാൻ പോലും ഇട്ടിട്ടുണ്ട് ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ എന്നുള്ളത്. പക്ഷേ ഇതൊക്കെ എന്താ പറയുക, ഇതൊക്കെ അനുഭവിക്കാൻ തുടങ്ങുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഒന്നും മനസ്സിലാവുന്നത് എന്നുള്ളത്. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സ്റ്റോറീസ് അക്ഷയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈറ്റിൽ കണ്ട പോലെ മിസ്സിങ്ങിനെ കുറിച്ചിട്ടാണ്. മിസ്സിങ് ദ പീപ്പിൾ വി ലവ്. ആ ഒരു വൈറലായിട്ടുള്ള റീലിൽ പറഞ്ഞ ഒരു സെയിം കാര്യം, അതായത് ദ ബെസ്റ്റ് പാർട്ട് ഓഫ് എ റിലേഷൻഷിപ്പ് ഈസ് മിസ്സിങ് സമ്മൺ യു ലവ് എന്നുള്ളത്. അറിയാതെ തന്നെ നമ്മുടെ കണ്ണുകളൊക്കെ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു മൊമെൻറ്റ്. ക്ലിനിക്കൽ സെക്സോളജിസ്റ്റും റിലേഷൻഷിപ്പ് അഡ്വൈസറും ആയിട്ടുള്ള കാറ്റി ലെസം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, വെൻ യു മിസ് സമൺ ഇറ്റ് മീൻസ് യു റിയലി കെയർ അബൌട്ട് ദ പേഴ്സൺ ആൻഡ് യു വാല്യൂ ദം എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പിന്നെ എന്തിനാണ് നിങ്ങളുടെ ഉള്ളിൽ ഇത്രയും വിഷമം, അല്ലെങ്കിൽ അവരുടെ കരച്ചിലൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തീരെ സഹിക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതൊക്കെ. യു നീഡ് ദാറ്റ് പേഴ്സൺ ഇൻ യുവർ ലൈഫ്. കാരണം അത് നിങ്ങളുടെ ലൈഫ് കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആക്കും, നിങ്ങളെ കുറച്ചുകൂടെ ഹാപ്പി ആക്കും എന്നുള്ളതാണ്. ആപ്രിൽ മെക്കാരിയോ, റിലേഷൻഷിപ്പ് എക്സ്പേർട്ട് ആയിട്ടുള്ള ആപ്രിൽ മെക്കാരിയോ പറഞ്ഞത്, ചില സ്ഥലങ്ങൾ അല്ലെങ്കിൽ ചില സോങ്സ് അല്ലെങ്കിൽ ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ചില പെർഫ്യൂംസ്, അതിൻ്റെ സ്മെല്ലൊക്കെ, അല്ലെങ്കിൽ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങൾ അവരെ മിസ് ചെയ്യാനായിട്ട് കാരണമാകും എന്നുള്ളത്. അല്ലെങ്കിൽ അതൊക്കെ അവരെക്കുറിച്ച് നിങ്ങളിങ്ങനെ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളത്. ആൻഡ് ഓക്കെ, എന്താ പറയുക, ഇതൊക്കെ പറയാൻ ഭയങ്കര റൊമാൻറ്റിക്കാണ്, ഭയങ്കര പൊയറ്റിക്കാണ്, ഭയങ്കര ഇതാണൊക്കെയാണ്. പക്ഷേ ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ഷുഡ് നോ ഹൗ ടു ഡീൽ വിത്ത് ദിസ് എന്നുള്ളത്. ഈ ഒരു ഇമോഷൻസിനൊക്കെ എങ്ങനെ പുറത്ത് കിടക്കാം, അല്ലെങ്കിൽ പുറത്ത് കിടക്കണം എന്നല്ല, അല്ലെങ്കിൽ ഇതെങ്ങനെ കുറയ്ക്കാം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് ദ മെയിൻ തിങ് ഈസ് ദാറ്റ് നിങ്ങൾ അവരെ മിസ് ചെയ്യുന്നുണ്ട് എങ്കിൽ യു ഹാവ് ടു ആക്സെപ്റ്റ് ദാറ്റ് എന്നുള്ളത്. യു ഡോണ്ട് ഹാവ് ടു റൺ അവേ ഫ്രം ദാറ്റ് ഫീലിംഗ്. കരയാൻ തോന്നുന്നുണ്ടോ, കരഞ്ഞോ എന്നുള്ളത്, ഇതിൽ വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നുള്ളതാണ്. അവരായിട്ടുള്ള ഓരോ മൊമെൻറ്റ്സും നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടാവും. അത് വേണം, മിസ് ചെയ്യണം എന്നുള്ളതാണ്, അത് എക്സ്പ്രസ് ചെയ്യണം എന്നുള്ളതാണ്. ഇത് ഭയങ്കര നോർമലായിട്ടുള്ള കാര്യമാണെന്നുള്ളതാണ്. പക്ഷെ എന്നും പറഞ്ഞുകൊണ്ട് അത് തന്നെ ആലോചിച്ച് നിൽക്കരുത്, അല്ലെങ്കിൽ ഓവർ തിങ്ക് ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളത്. ഈ ഒരു മെമ്മറീസൊക്കെ ആലോചിക്കാനായിട്ട് ഞാൻ പറഞ്ഞതിൻ്റെ മെയിൻ റീസൺ, അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ആ മൊമെൻറ്റ്സൊക്കെ ഈ ഒരു ലോങ് ഡിസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പീരീഡൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും അത് ഉണ്ടാവും എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ്. അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ബെറ്റർ ഫീലിംഗ് അല്ലെങ്കിൽ ഒരു ബെറ്റർ ഹോപ്പ് ഉണ്ടാവാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ സാഡ് ആവാനോ അല്ലെങ്കിൽ ഹേർട്ട് ആവാനോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. ആൻഡ് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ അവരെ മിസ് ചെയ്യുന്നത് പോലെ അവർക്ക് നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം. ഓക്കെ, നിങ്ങളറിയാണ് അവർക്ക് അത്രയും ഫീലിങ്സ് ഒന്നും ഇല്ല എന്നുള്ളത്. ഓക്കെ, പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്ത് ചെയ്യാൻ പറ്റുക, കുറേ കരയാം, കുറേ ഡിപ്രസ്ഡ് ആവും, ഉറക്കങ്ങളിങ്ങനെ കുറേ നഷ്ടപ്പെടാം, വേറെ എന്താ ഉള്ളത്. ഓക്കെ, വൺസ് നിങ്ങളിതൊക്കെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ, ആ ഒരു ഫീലിങ്സൊക്കെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മെല്ലെ മെല്ലെ ഓക്കെ ആവുന്നില്ലയാണ്, then you can move forward അല്ലേ. അപ്പോൾ റിലേഷൻഷിപ്പ് എക്സ്പേർട്ട് ആയിട്ടുള്ള സോണിയ ഷ്വാർട്സ് പറഞ്ഞത്, അവരുടെ അഭിപ്രായത്തിൽ മിസ്സിങ് സമൺ ഈസ് നോട്ട് എ സാഡ് ഫീലിംഗ് എന്നുള്ളതാണ്. യു കാൻ മേക്ക് തിങ്സ് ഹാപ്പൻ ഓൺ അവർ ഓൺ അല്ലേ. ആ ഒരു പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഇത്ര ആൾക്കാരുടെ അടുത്ത്, അതായത് ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൻ്റെ കേസിലല്ല ഞാൻ പറയുന്നത്, അതായത് ഒരു വൺ സൈഡ് റിലേഷൻഷിപ്പിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് ആ ഒരു കേസിലാണ് ഞാൻ പറയുന്നത്. അതായത് അവർക്ക് ഫീലിങ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന 3 ടിപ്സാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്ന് എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഒരു റിയാലിറ്റി, അതായത് ഓക്കെ കുറച്ച് ഹാർഡാണ് എങ്കിലും അതൊന്ന് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത്, അത് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളത്. വെറുതെ ഉള്ളിൽ പിന്നെ പിടിച്ചേക്കേണ്ട ആവശ്യമൊന്നുമില്ല. കരയുന്നുണ്ടോ, കരഞ്ഞോ. ഞാനൊക്കെ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. അയ്യോ ഇല്ല, ഞാൻ കരയില്ല. സെക്കൻഡ് വൺ എന്ന് പറയുന്നത്, നിങ്ങൾ എൻഗേജ്ഡ് ആക്കി നിർത്തുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതിനെക്കുറിച്ചൊന്ന് നോക്കുക എന്നുള്ളത്. പതിയെ അതിലേക്കൊക്കെ മൂഡിങ്ങൾ ഡൈവേർട്ട് ആക്കുക എന്നുള്ളത്. ആൻഡ് തേർഡ് വൺ ഈസ് ടു ഇൻട്രാക്ട് വിത്ത് അതർ പീപ്പിൾ. പുതിയ കണക്ഷൻസൊക്കെ ഉണ്ടാക്കിയെടുക്കുക. നല്ല നല്ല മനുഷ്യരെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പോസിറ്റീവ്ലി എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, ആദ്യം ഇത് ഫേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഹാർഡായിട്ടൊക്കെ തോന്നാം. നിങ്ങളിൽ തന്നെ ഒരു പേടിയൊക്കെ വന്നേക്കാം, അയ്യോ ഞാനിങ്ങനെ എന്നൊക്കെ, ഇനി ഞാൻ എപ്പോഴാണ് ശരിയാവുന്നതെന്നൊക്കെ ഇങ്ങനെ പേടിയൊക്കെ വന്നേക്കാം. ഒരുപാട് പെയിൻ ഉണ്ടാവും. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു മൊമെൻറ്റ് ഉണ്ടാവും, ഒരു റിയലൈസേഷൻ വരും, ഓക്കെ ഇതൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. വേറെ നിങ്ങൾക്ക് ഹെൽപ്പ് ആവുന്ന ഒരു ട്രിക്കാണ് ഒരു ലെറ്റർ എഴുതുക എന്നുള്ളത്, അല്ലെങ്കിൽ ജേർണൽസൊക്കെ കീപ്പ് ചെയ്യുക എന്നുള്ളത്. ബിക്കോസ് നിങ്ങൾക്ക് അവിടെ നിങ്ങൾ ഫ്രീ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് ഒന്നും പിടിച്ചു നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല, ഇഷ്ടംപോലെ എഴുതാം, നിങ്ങളുടെ ഫീലിങ്സ് മൊത്തം ഇങ്ങനെ എഴുതി വെക്കുക എന്നുള്ളത്, എക്സ്പ്രസ് ചെയ്യാം എന്നുള്ളത്. ആൻഡ് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ അവരെ മിസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് അവരുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യണം എന്നുള്ളത്, അവരുടെ അടുത്ത് ഷെയർ ചെയ്യണം എന്നുള്ളത്. അവരത് അവരറിയണം നിങ്ങൾക്ക് ഇത് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യമൊക്കെ. ഓക്കെ, ഇത്രയും സമയം നമ്മൾ സംസാരിച്ചത് മുഴുവൻ മിസ്സിങ്ങിനെ കുറിച്ചിട്ടാണ്. അല്ലെങ്കിൽ മിസ്സിങ് അത് എക്സ്പ്രസ് ചെയ്യണം എന്നും, അല്ലെങ്കിൽ വൺ സൈഡ് ആയി കഴിഞ്ഞാൽ അത് കൺട്രോൾ ചെയ്യണം, എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യണം എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഈ മിസ്സിങ് പാർട്ട് റോൾ ചെയ്യുന്ന വേറൊരു കാര്യമാണ് ഈ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് എന്നുള്ളത്. നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറായിട്ട് ഫിസിക്കലി അടുത്തല്ലാത്ത ആ ഒരു സ്റ്റേജ്,
ദ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ദാറ്റ് മിസ്കമ്മ്യൂണിക്കേഷൻസ് അല്ലെങ്കിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഒക്കെ വരാനുള്ള ചാൻസ് നോർമൽ റിലേഷൻഷിപ്പിന് എന്താണ് അതിനെ അപേക്ഷിച്ച് ഭയങ്കര കൂടുതലാണെന്നുള്ളതാണ്. ആൻഡ് അതുപോലെ തന്നെ ഇമോഷണൽ കണക്ഷനും അല്ലെങ്കിൽ സപ്പോർട്ടൊക്കെ ഏറ്റവും കൂടുതൽ വേണ്ടത് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ടുപേരും ഇമോഷണലി കണക്റ്റഡ് ആയിരിക്കുക എന്നുള്ളത് ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൻ്റെ കേസിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് അവരുടെ ഒരു ടച്ച് ഉണ്ടാവുക, അല്ലെങ്കിൽ അതുപോലെ അവരുടെ കാര്യത്തിൽ നിങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ അതിൽ ഇൻവോൾവ് ആവുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് അതുപോലെ തന്നെ ഇങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല എങ്കിൽ എന്താണ് ചിലപ്പോൾ ആ ഒരു കണക്ഷൻ തന്നെ ഇല്ലാണ്ടാവും. ഇറ്റ്സ് റിയാലിറ്റി, എല്ലാവരുടെയും കേസല്ല പറയുന്നത്. പക്ഷേ എന്താണ് നമ്മൾ പല സ്റ്റോറീസും കേൾക്കുന്നുണ്ടല്ലോ, ലോങ് ഡിസ്റ്റൻസ് വന്നപ്പോൾ എന്താണ് ഫിസിക്കലി ഉള്ള ഡിസ്റ്റൻസിലൂടെ ഇമോഷണലി ഭയങ്കര ഡിസ്റ്റൻ്റ് ആയ പോലെയൊക്കെ തോന്നുന്നു, അല്ലെങ്കിൽ വല്ലാതെ മിസ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത്. അവിടെ എന്താണ് വേറെ ആൾക്കാരായിട്ട് കണക്ഷൻസ് വന്നു, അപ്പോൾ നമ്മളിങ്ങനെ വേണ്ടാതായി, അല്ലെങ്കിൽ എന്താണ് ഒരുപാട് കാര്യങ്ങൾ നമ്മളറിയാതെ നടക്കുന്നു. ആൻഡ് ചില ആൾക്കാരൊക്കെ ചില തട്ടിപ്പുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും, അതായത് ഇവിടെ നൈസായിട്ട് ബിഹേവ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആക്ട് ചെയ്തിട്ട് അവിടെ വേറെ ഒരു റിലേഷൻഷിപ്പ് സെയിം ടൈം മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളത്. പക്ഷേ ഇതൊക്കെ എങ്ങനെയായാലും അവരറിയും എന്നുള്ളതാണ്, അല്ലെങ്കിൽ നിങ്ങളറിയും എന്നുള്ളതാണ്. എത്രയൊക്കെ ഹൈഡ് ചെയ്താലും എങ്ങനെയായാലും അവരറിയും, അല്ലെങ്കിൽ നിങ്ങളാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് അവരറിയും എന്നുള്ളത്. ഈയിടെയായിട്ട് ബേബി എന്ന് പറഞ്ഞൊരു തെലുഗു ഫിലിം കണ്ടു. അപ്പോൾ ഇതുപോലെ ലോങ് ഡിസ്റ്റൻസ് വരുന്ന സമയത്ത് എന്താണ് ഹീറോയിൻ അവിടെ വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നതും അതിങ്ങനെ രണ്ടുപേരിൽ നിന്ന് ഹൈഡ് ചെയ്യുന്നതും, അതായത് ഇവിടെ പണ്ട് മുതലുള്ള ആളുടെ എന്താണ് റിലേഷൻഷിപ്പ് പുതിയ ആളുടെ അടുത്ത് പറയാണ്ടിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു പുതിയ കണക്ഷൻ പഴയ ആളുടെ അടുത്ത് പറയാണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് എന്താണ് സത്യം പറഞ്ഞാൽ അങ്ങനെയും മനുഷ്യന്മാരുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, എൻ്റെ ഉള്ളിൽ ആ ഒരു ഓൾഡ് സ്കൂൾ ക്രിഞ്ച് എന്താണ് പുറത്ത് വന്നതായിരിക്കാം, അല്ലെങ്കിൽ ഫ്രസ്ട്രേറ്റഡ് ആയ പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നാം. പക്ഷേ ഞാൻ അങ്ങനത്തെ കുറേ സ്റ്റോറീസ് കേൾക്കുന്നുണ്ട്, ഒരുപാട് സ്റ്റോറീസ് കേൾക്കുന്നുണ്ട്. എന്താണ് ഈവൻ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടിൻ്റെ സ്റ്റോറി കൂടെ അടുത്ത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പ്രശ്നമായി, സീനായിരുന്നു. അപ്പോൾ ഇത് ചുമ്മാ ഫിലിമിൽ മാത്രം നടക്കുന്ന കാര്യമല്ല, ഇത്തരം മനുഷ്യന്മാരിവിടെ ഉണ്ട് എന്നുള്ളതാണ്. അത് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഓക്കെ, കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടാണ്, നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ഇതുപോലെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പണി കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒന്നും ചെയ്യാനൊന്നുമില്ല, മുന്നേ പറഞ്ഞ പോലെ കുറേ കാര്യം ഡിപ്രസ്ഡ് ആയിരിക്കും, കുറേ ഉറക്കം കളയാം, അത് മാത്രമേ ഉള്ളൂ. ആൻഡ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എന്താണ് കുറച്ച് ഇൻറ്റൻസ് ആയിട്ടുള്ള ഫീലിങ്സ് ഒക്കെ, കുറച്ചുകൂടി ഡീപ്പ് ഫീലിങ്സ് ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ആവുന്നില്ലയാണ്. ആൻഡ് വലിയൊരു ട്രോമയിലേക്ക് തന്നെ അവരങ്ങ് പോയേക്കാം എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ നിങ്ങൾ എത്ര തന്നെ ഹൈഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചാലും ഒരു ദിവസം അവർക്കത് അവരതറിയും എന്നുള്ളതാണ്. ആൻഡ് ദ ഫാക്ട് ഈസ് ദാറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഒരു നല്ല പാർട്ട്ണറിനെ ആയിരിക്കാം. ആൻഡ് നിങ്ങളുടെ കൂടെ അത്രയും ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള, അത്രയും ട്രൂലി സ്നേഹിക്കുന്ന ഒരാളെ ആവാം എന്നുള്ളതാണ്. കമ്മ എന്ന് പറയുന്ന സംഭവത്തിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് എന്നറിഞ്ഞുകൂടാ. ഐ തിങ്ക് ചില നേരത്ത് നമ്മൾ ചെയ്യുന്ന ഉടായ്പകൾക്കൊക്കെ ഡബിളായിട്ട് പണി വരും എന്നുള്ളതാണ്. ആൻഡ് എന്ന് വെച്ച് എല്ലാ റിലേഷൻഷിപ്പ് അങ്ങനെയൊന്നും അല്ല കേട്ടോ, അങ്ങനെയൊന്നുമല്ല ഞാൻ പറയണേ. ആൻഡ് ഒരുപാട് നല്ല റിലേഷൻഷിപ്പ് ഉണ്ട്. എന്താണ് നിങ്ങൾ അത്രയും വാല്യൂ ചെയ്യുന്ന, നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്ന, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അത്രയും പ്യൂറായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. യു വിൽ നോ ദം. എന്താണ് അത് അവരുടെ വേർഡ്സിലൂടെ അല്ല, അവരുടെ ആക്ഷൻസിലൂടെ തന്നെ നമുക്കത് ഫീൽ ചെയ്യുന്നില്ലയാണ്. ആൻഡ് ഓഫ് കോഴ്സ് ഒരു പേടി നിങ്ങൾക്ക് ഉണ്ടായേക്കാം. നമ്മൾ ഡെയിലി ഇങ്ങനെ കുറേ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇടയിൽ ഒരു പേടി ഉണ്ടാവും, ഇനി അവർ നമ്മളെ വിട്ടു പോവുമോ, അല്ലെങ്കിൽ അവർക്ക് അവിടെ വേറെ റിലേഷൻഷിപ്പ് ഉണ്ടാവുമോ എന്നൊക്കെ. എന്ത് തന്നെ ഹെൽത്ത് റിലേഷൻഷിപ്പ് ആണെന്ന് പറഞ്ഞാലും, എത്ര തന്നെ നിങ്ങൾക്ക് അവരെ അറിയാമെന്നൊക്കെ പറഞ്ഞാലും, നിങ്ങൾക്ക് അവരുടെ അടുത്ത് ഷെയർ ചെയ്യാത്ത ഒരു കൺസേൺ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും എന്നുള്ളത്, ആ ഒരു പോസിറ്റീവ്നെസ് എന്താണ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും എന്നുള്ളത്. സത്യം പറഞ്ഞാൽ അത് ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. എന്താണ് അതിനെക്കൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ്. നിങ്ങൾ അത്രയും മനസ്സിലാക്കുന്ന ഒരു പാർട്ണർ ആണെന്നുണ്ടെങ്കിൽ അതുള്ളിലും ഹൈഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്കത് ഷെയർ ചെയ്യാം. പക്ഷേ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ അതിലും മുകളിലായിട്ട് അവരോടുള്ള ആ ഒരു സ്നേഹവും ആ ഒരു ലവും ആ ഒരു ട്രസ്റ്റൊക്കെ എന്താണ് ഭയങ്കര മുകളിലായിരിക്കും എന്നുള്ളതാണ്. അതായത് ഈ ഒരു പേടി കൺസേൺസ് ഒക്കെ ഉണ്ടെങ്കിലും പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്താണ് നിങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ ഭയങ്കര ട്രസ്റ്റ് ആയിരിക്കും, നിങ്ങൾ അവരെ ഭയങ്കര ട്രസ്റ്റ് ചെയ്യുന്നുണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങൾ എന്നുള്ളത്. ബിക്കോസ് യു ലവ് ദം, സിമ്പിളായിട്ടുള്ള റീസൺ, യു ലവ് ദം, അതാണ് റീസൺ. ഓക്കെ, ഒരു കൺസേൺ ഉണ്ടാവുക എന്നൊക്കെ നല്ലതാണ്, എന്ന് വെച്ചിട്ട് അതും ഓവർ തിങ്ക് ചെയ്തിട്ട് ഉള്ള റിലേഷൻഷിപ്പ് അലമ്പാക്കാൻ പോരുന്നില്ലാണ്. അയ്യോ അവർക്ക് ഇനി വേറെ റിലേഷൻഷിപ്പ് ഉണ്ടാവുമോ ഇങ്ങനെ ആലോചിച്ച് ഉള്ളതില്ലാണ്ടാക്കരുത്. ഓക്കെ അവർ നിങ്ങളുടെ കൂടെയില്ല, അത് നിങ്ങൾക്ക് അറിയത്തില്ല അവരെന്താണ് അവർ ചെയ്യുന്നത്, ആരുടെ കൂടെയാണ് എന്നൊന്നും നിങ്ങൾക്ക് അറിഞ്ഞൂടാ. ഓക്കെ, എത്രയൊക്കെ ഫ്രീഡം ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാർട്ണർ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ണർ അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണല്ലേ. എന്ന് വെച്ച് എപ്പോഴും സംശയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ പാർട്ണർ എന്നുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിച്ചോളണ്ടോ, അത് വേണ്ടെന്നല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അത് വേണം. ഓക്കെ, നിങ്ങളുടെ വിശ്വാസം ഇല്ല എങ്കിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ട്രസ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ലാതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, പറഞ്ഞു വന്നത് ട്രസ്റ്റ് ഇഷ്യൂസ് ആണല്ലോ. ഓക്കെ, ട്രസ്റ്റ് ഇഷ്യൂസിനെ കുറിച്ചൊരു വേറൊരു എപ്പിസോഡ് ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പോയി കേൾക്കാവുന്നതാണ്. പറഞ്ഞു തുടങ്ങിയാൽ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഭയങ്കര ലെങ്തി ആവും, ഓൾറെഡി ലെങ്ത് കൂടി വന്നിട്ടുണ്ട്. സോ യെസ്, അത്രയൊക്കെയാണ് പറയാനായിട്ടുള്ളത്. നമ്മളുടെ ആണെന്നുണ്ടെങ്കിൽ അയ്യോ സൗണ്ട് പോയോ
സോ യെസ്, അത്രയൊക്കെയാണ് പറയാനായിട്ടുള്ളത്. നമ്മളുടെ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മളിലേക്ക് തന്നെ എത്തിച്ചേരുള്ളൂ, അത് നമ്മളെ വിട്ട് പോകില്ല എന്നുള്ളതാണ്. ലോങ് ഡിസ്റ്റൻസ് സമയത്ത് നിങ്ങൾ മാക്സിമം അവരുമായിട്ട് എൻഗേജ്ഡ് ആക്കി നിർത്തുക എന്നുള്ളത്, ആ ഒരു ഇമോഷണൽ കണക്ഷൻസ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ചില സമയത്ത് നിങ്ങൾ വഴക്കടിച്ചേക്കാം, മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടായേക്കാം, പക്ഷേ യു ഷുഡ് ടേക്ക് ആൻ ഇനീഷ്യേറ്റീവ് ആൻഡ് ടോക്ക് എന്നുള്ളതാണ്. എപ്പോഴും ടെസ്റ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് വീഡിയോ കോൾസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളത്, അതായത് നിങ്ങൾക്ക് അവരെ ഫീൽ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത്. അവർ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ ടെക്സ്റ്റിലൂടെ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നില്ലല്ലോ, അതായത് നമ്മളൊരു മെസ്സേജ് വായിക്കുന്ന ടോണും അവർ അയച്ച ടോണും ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. അത് മിസ്കമ്മ്യൂണിക്കേഷൻസ് വരാനായിട്ട് ചാൻസ് ഉണ്ടാവും, മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് വരാനായിട്ട് ചാൻസ് ഉണ്ടാവും. ഓക്കെ, ചില സമയത്ത് നിങ്ങൾ ബിസി ആയിരിക്കും, പക്ഷേ എന്ന് വെച്ചിട്ട് ആ ഒരു കാര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ അഫക്റ്റ് ചെയ്തതെന്നുള്ളതാണ്. 24 മണിക്കൂറുണ്ട് ഒരു ദിവസം, അതിലൊരു 5 മിനിറ്റ് നിങ്ങളുടെ പാർട്ട്ണറോട് സംസാരിക്കാൻ ഉണ്ടാവില്ല. ഓക്കെ, നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും കോൾസൊക്കെ ചെയ്യാം, അതവിടെ ഓണാക്കി വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ കുക്ക് ചെയ്യാം, റൂമിൽ ഇങ്ങനെ ക്ലീൻ ചെയ്യാം, അല്ലെങ്കിൽ എല്ലാ പരിപാടികളും പാരലായിട്ട് ഇങ്ങനെ നടക്കുന്നില്ലതാണ്. ലൈഫ് ആൻഡ് റിലേഷൻഷിപ്പ് കോച്ചായിട്ടുള്ള കവിത പട്ടേൽ പറഞ്ഞത് മോർണിംഗ്സ് ആൻഡ് നൈറ്റ്, രാവിലെയും രാത്രിയും ചെക്ക് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വേറെ ഒന്നും കൊണ്ടല്ല, അതായത് നിങ്ങൾക്കുള്ളിൽ ആ ഒരു ഫീലിംഗ്, അതായത് അവർ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്നുള്ള ഒരു ഫീലിംഗ്, അത് വരാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. എണീക്കുമ്പോഴോ ഉറങ്ങുമ്പോഴോ അല്ലെങ്കിൽ ആ ഒരു തോട്ട് ഉണ്ടാവുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. രണ്ടുപേരുടെയും ലൈഫിൽ നമ്മൾ പാർട്ടാണെന്നൊക്കെ അവർക്ക് ഫീൽ ചെയ്യും എന്നുള്ളത്. ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മോർണിംഗ്സും നൈറ്റ്സും ആയിരിക്കും അവരെ ഏറ്റവും ഭയങ്കര ലോൺലി ആയിട്ടൊക്കെ തോന്നുന്നത് എന്നുള്ളത്. കാരണം വർക്ക് ടൈമിൽ അല്ലെങ്കിൽ സ്റ്റഡി ടൈമിൽ അവർക്ക് അവരുടെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരിക്കും, എൻഗേജ്ഡ് ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഫീലിങ്സ് കൊണ്ട് ഉണ്ടാവുക എന്നുള്ളത് കുറവായിരിക്കും. കുറവ് എന്നല്ല, അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കുറച്ച് കുറവായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അന്നത്തെ ദിവസത്തിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ എന്ത് കാര്യം ഓപ്പണായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളത്, ആ ഒരു കോൺവെർസേഷൻസ് ഡെയിലി കീപ്പ് ചെയ്യുക എന്നുള്ളതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ബോണ്ട് അത്രയും സ്ട്രോങ് ആക്കും എന്നുള്ളത്. ആൻഡ് വേറൊരു കാര്യമാണ്, നിങ്ങളുടെ ഒരു ബ്രേക്ക് ഉണ്ടല്ലോ, ഈ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കുന്ന സമയത്ത് കഴിഞ്ഞിട്ട് അടുത്ത് വരുന്ന സമയം ഉണ്ടല്ലോ, ആ ഒരു സമയത്തേക്കുള്ള പ്ലാൻസൊക്കെ ഇപ്പോഴേ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്, അതിനെക്കുറിച്ചൊക്കെ ഡ്രീംസ് ഫാൻറ്റസീസൊക്കെ കാണുക എന്നുള്ളത്, അതിങ്ങനെ ഷെയർ ചെയ്യുക എന്നുള്ളത്. ആൻഡ് ആ ഒരു പഴയ മെമ്മറീസൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ പണ്ട് പോയ മെമ്മറീസൊക്കെ, അതൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യുന്നതൊക്കെ ഭയങ്കര രസമായിട്ടുള്ള കാര്യമാണെന്നുള്ളത്, അതിനെക്കുറിച്ച് സംസാരിക്കുക എന്നൊക്കെ ഉള്ളത്. ഓക്കെ, ചിലപ്പോൾ എന്നല്ല, എന്തായാലും അതൊക്കെ പറയുന്ന സമയത്ത് നിങ്ങളുടെ കണ്ണുകളൊക്കെയാണ് നിറഞ്ഞേക്കാം. പക്ഷേ അതൊക്കെ നിങ്ങൾക്ക് അത്രയും അവരെ ഇഷ്ടമായതുകൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ്. ഒരാൾ കരയണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വരണം എന്നുണ്ടെങ്കിൽ, അത് അയാൾക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മനുഷ്യനാണ് ആയതുകൊണ്ടാണ് എന്നുള്ളതാണ്. ആ ഒരു കരച്ചിൽ വരുന്ന സമയത്ത് നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുക എന്നുള്ളതാണ്. രണ്ടുപേരുടെയും ഫീലിങ്സും പരസ്പരം അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അവർക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത്, നിങ്ങളുടെ കൺസേൺസ് അവരെ അറിഞ്ഞിരിക്കണം എന്നുള്ളത്. അതവരെ ചോദിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ എന്നുള്ളത് കൊണ്ടാണ്. അവർ നിങ്ങൾ അത്രയും കെയർ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ്. എന്തെങ്കിലും പ്രശ്നം ഫീൽ ചെയ്യാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടോക്ക് അബൌട്ട് ഇറ്റ്, പരസ്പരം സംസാരിക്കൂ എന്നുള്ളത്. പ്രയോറിറ്റൈസ് യുവർ റിലേഷൻഷിപ്പ്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വാല്യൂ ചെയ്യുന്നില്ല, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് നിങ്ങൾ വാല്യൂ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി എഫേർട്സ് ഇടാനൊന്നും നിങ്ങൾ തയ്യാറല്ല എങ്കിൽ ഇറ്റ് വിൽ എൻഡ് സൂൺ. വലിയൊരു ഡിസ്റ്റൻസ് നിങ്ങളുടെ ഇടയിൽ വരും എന്നുള്ളത്. നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ കൺസേൺസ്, ഇന്ന കാര്യങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എനിക്കിത് പേടിയുണ്ട്, അല്ലെങ്കിൽ അത് പേടിയുണ്ട് എന്നൊക്കെ. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വേഴ്സ്റ്റ് സ്റ്റേജസ് ഒന്നും എല്ലാവർക്കും സംഭവിക്കണം എന്നൊന്നുമില്ല കേട്ടോ. ഓക്കെ, എന്നെ ഒരു സൈക്കോ ആയിട്ടൊക്കെ കാണാം, അതായത് ഇടയ്ക്ക് റിലേഷൻഷിപ്പിനെ കുറിച്ച് നല്ലത് പറഞ്ഞു, ഇടയ്ക്ക് പിന്നെ വേഴ്സ്റ്റ് സ്റ്റേജസ് പറഞ്ഞു, വീണ്ടും നല്ലത് പറയുന്നു, പിന്നെ അങ്ങനെ. പക്ഷേ കേൾക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാനിത് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കത് ഫെയിൽ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, ഇന്ന കാര്യങ്ങളൊക്കെ സീനാണ്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ നല്ലതാണ്. ഓക്കെ, നമ്മുടെ റിലേഷൻഷിപ്പിനെ അത് എഫക്റ്റ് ചെയ്യും എന്നുള്ളൊരു തോട്ടൊക്കെ വരണം എന്നുള്ളത്, ഉള്ളിൽ തന്നെ ആ ഒരു തോട്ടൊക്കെ വരണം എന്നുള്ളത്. അതുകൊണ്ട് മാത്രമാണ് ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ കാര്യങ്ങളിങ്ങനെ വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് എന്നുള്ളത്. നിങ്ങൾ അത്രയും വാല്യൂ ചെയ്യുന്ന, നിങ്ങൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ളതാണ്. അവർക്ക് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, അത്രയും നിങ്ങൾ അവരെയും അല്ലെങ്കിൽ അവർ നിങ്ങളെയൊക്കെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് ഇസ് ഗോണ ബി എ ജെം. ഞാൻ വല്ല അവസാനിപ്പിക്കുകയാണ്. കുറച്ച് ലെങ്ത് ആയിട്ടുണ്ടെന്ന് അറിയാം, നമ്മുടെ യൂഷ്വൽ എപ്പിസോഡ്സ് പോലെയൊന്നല്ല, അത്യാവശ്യം ലെങ്ത് ആയിട്ടുള്ള എപ്പിസോഡാണ്. സാറില്ല, എല്ലാ രീതിയിലും ഹെൽപ്പ് ചെയ്യും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റോറീസ് വിത്ത് അക്ഷയാണ്, കൂടുതൽ അക്ഷയ് പ്രകാശാണ്. അപ്പോൾ പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വീണ്ടും കാണാം. ടാറ്റാ, ബൈ.